അതെ, ആ ഒരു പൊക്കത്തിൽ നിന്ന് ചാടിയെന്ന് പറയുന്നത് അതൊരു വലിയ പൊക്കമല്ല. ആ വലിയൊരു പൊക്കമായിട്ട് പറയുന്നില്ല. അവർ ആദ്യം പറഞ്ഞ് 3 നിലയുടെ മണ്ടയെന്ന്, പിന്നെ പറഞ്ഞ് 5 നിലയുടെ മണ്ടയെന്ന് ചാടിയെന്ന്. ഇപ്പോൾ ഒരു ഭാഗം കാണിച്ചിട്ട് ആ ഭാഗത്തിൽ നിന്നാണ് അവൻ ചാടിയെന്ന് പറയുന്നത്. ചാടിയ ഭാഗത്ത് വെട്ടുകല്ലിൻ്റെ കിടപ്പുണ്ട്. ആ വെട്ടുകല്ല് ഇടിച്ചു കഴിഞ്ഞാൽ രക്തമൊക്കെ അവിടെ സ്പ്രെഡ് ആവത്തില്ലേ? അങ്ങനെ ഒന്നുമില്ല. അതുപോലെ അവൻ എന്ത് ട്രീറ്റ്മെൻറ്റ് അവിടെ അവർ മെഡിക്കൽ കോളേജിൽ കൊടുത്തു? അവിടെ ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ അവർ വേറെ അടുത്ത് കൊണ്ടുപോകാത്തത്. 3 മണിക്കൂറോളം അവൻ ജീവനോടെ ഉണ്ടായിരുന്നില്ലേ? 1:30 ചാടിയുമ്പോൾ 3:30 മരിച്ചത്. എങ്കിൽ പിന്നെ അവർക്ക് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടായിരുന്നു അവനാ? അവരതും ചെയ്തിട്ടില്ല. അവർ എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തെന്നുള്ളൊരു ഡീറ്റെയിൽസ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, ബ്ലഡ് അടച്ചു. എന്തിന് ബ്ലഡ് അടച്ച്? ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിന് ബ്ലഡ് അടയ്ക്കേണ്ട ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എത്രത്തോളം പോയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് അടയ്ക്കണം. അവിടെ ബ്ലഡ് അധികമായിട്ട് അവിടെ ആ തറയിൽ വീണ പാടുകളൊന്നുമില്ല. പിന്നെ ബ്ലഡ് ഇവർ അടച്ചെന്നുള്ളൂ. പിന്നെ ബ്ലഡ് ഗ്രൂപ്പിന് അറിയാണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. അവൻ്റെ ഐഡൻറ്റി കാർഡിലുണ്ടായിരുന്ന ബ്ലഡ് ഗ്രൂപ്പ് വേറെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വേറെ. ഒരു ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ എത്ര സമയം വേണം? ഒരു മെഡിക്കൽ കോളേജിലാണിത്. നിങ്ങൾ ആലോചിക്കണം, ഒരു മെഡിക്കൽ കോളേജിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, അവിടെ നിന്നുള്ള സ്റ്റുഡൻസ് അങ്ങനെ പറഞ്ഞത് ബ്ലഡ് ഗ്രൂപ്പൊക്കെ അറിയാനായിട്ട് കുറച്ച് സമയം എടുത്ത്. അങ്ങനെ പിന്നെ കുട്ടികളെയൊക്കെ അന്വേഷിച്ചാണ് അവിടെ വേറെ ആൾക്കാർ അന്വേഷിച്ച് കോളേജിൽ പോയേക്കുന്നു. ബ്ലഡ് എത്രയും പെട്ടെന്ന് എ പോസിറ്റീവ് ബ്ലഡ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇതായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് അല്ല. ഒരു മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് എ പോസിറ്റീവ്. എൻ്റെ അനിയൻ്റെത് എ പോസിറ്റീവാണ്. അതിനുവേണ്ടി അവർ ഇത്രയും അന്വേഷിച്ചടക്കേണ്ട കാര്യം എന്ന് തോന്നുന്നത് അവിടെ ഒരു ബ്ലഡ് ബാങ്ക് ഇല്ലേ പ്രോപ്പറായിട്ടുള്ളത്? ഒരു മെഡിക്കൽ കോളേജ് അല്ലേ? അവരെന്ത് ഫെസിലിറ്റീസല്ല അവിടെ മെഡിക്കൽ കോളേജ് നടത്തുന്നത്? ഒരു മാനേജ്മെൻറ്റ്, ഈ നിമിഷം വരെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞൊരു കോൾ വന്നിട്ടില്ല. അവിടുത്തെ മാനേജ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്തോന്നെന്ന് ആർക്കും അറിഞ്ഞൂടാ. പ്രിൻസിപ്പളിൻ്റെ കാര്യം പറഞ്ഞു. പ്രിൻസിപ്പളിന് ഇതിൽ ഒരു ഇതും ഇല്ലാത്ത രീതിക്കാണ് പ്രിൻസിപ്പൾ അങ്ങ് സംസാരിച്ചിട്ട് പോണത്.